പരീക്ഷാഫലം റദ്ദാക്കിയ നടപടിയിൽ ജാർഖണ്ഡ് സർക്കാരിന് തിരിച്ചടി. പരീക്ഷാഫലം റദ്ദാക്കിയ നടപടിയിൽ ജാർഖണ്ഡ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിദ്യാർത്ഥി സമരത്തെ തുടർന്നാണ് പരീക്ഷകൾ റദ്ദാക്കിയത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ്, കോടതി എന്തു നിലപാടാണ് എടുത്തത്? എന്താണ് വിവരങ്ങൾ? ദിവസങ്ങളായി നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ജാർഖണ്ഡ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. 44 പരീക്ഷകളാണ് റദ്ദാക്കിയത്. JSSCയുടെ ഒപ്പം തന്നെ CGPL, TDPL അടക്കം 44 പരീക്ഷകൾ പൂർണ്ണമായും റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് ജാർഖണ്ഡ് സർക്കാർ എത്തിയതോടുകൂടിയാണ് വിദ്യാർത്ഥി പ്രതിഷേധം അത് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത്. പിന്നാലെ മറ്റൊരു പ്രതിഷേധം കൂടി ജാർഖണ്ഡിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടു. അതായത് ഈ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് സമരവുമായിട്ട് എത്തിയത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സാഹചര്യത്തിലാണ് പരീക്ഷ റദ്ദാക്കിയത്, അവരുടെ കുടുംബത്തിനടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധിച്ചത്. പിന്നാലെ പരാതിയും നൽകുന്നു, ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നു. ആ ഹർജിയിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ജാർഖണ്ഡ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പരീക്ഷ റദ്ദാക്കിയ തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 15 ദിവസത്തിനകം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണം, മറുപടി നൽകണം എന്നതാണ് ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് വിദ്യാർത്ഥി സമരം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത്. മറ്റൊരു പ്രതിഷേധം ആ സമയത്ത് തന്നെ ഉടലെടുത്തു. അവർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ തീരുമാനം വരുന്നു. അതായത് ജാർഖണ്ഡിലെ ഒഴിവാക്കിയ പരീക്ഷകൾ, റദ്ദാക്കിയ പരീക്ഷകൾ പൂർണ്ണമായും ഇപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. മാധു, ജാർഖണ്ഡ് സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിയ നിലപാടിനെതിരെ ഉദ്യോഗത്തിൽ കയറിയവർ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടി. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.